ഒനിൽ മസ്താനിയെ മോശമായി കയറി പിടിച്ചു. ഇത് മസ്താനിയുടെ ആരോപണമല്ല, ലക്ഷ്മിയാണ് വളരെ ഇതായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ ഒനിലിന് നേരെ ഈ ഒരു ആരോപണം ഉന്നയിച്ചത്. നിങ്ങൾ മസ്താനിനെ മോശമായി ടച്ച് ചെയ്തു, മോശമായ രീതിയിൽ കയറി പിടിച്ചു, നിങ്ങൾ കുറ്റം സമ്മതിക്കില്ല. ഇത് സത്യമായിരുന്നോ? ഒനിൽ ശരിക്കും പാവമാണോ? ഒനിൽ നിരപരാധിയാണോ? എന്താണ് ഇന്നലെ ലൈവിൽ നടന്നത്? ഇതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ലക്ഷ്മി കളിക്കുന്നത് ഇതൊരു ചീപ്പ് ഗെയിമാണ്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ലക്ഷ്മി എന്താണ് ഉദ്ദേശിച്ചത്? എല്ലാം നമുക്ക് സംസാരിക്കാം. വീട്ടുകാരെങ്ങനെയാണ് ഇതിനൊരു സ്റ്റാൻഡ് എടുത്തത്? ലാലേട്ടന്റെ കഴിഞ്ഞ ആഴ്ചത്തെ പുതപ്പിനുള്ളിൽ എന്താണ് എന്ന് പറഞ്ഞ സംഭവത്തിന് ശേഷം വീട്ടുകാർ ഇതിനിടയിൽ എന്ത് സ്റ്റാൻഡാണ് എടുത്തത്? ഇതെല്ലാം ഞാൻ പറയാം. ലൈവിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. സോ ഇവിടെ മസ്താനിക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഇത് പബ്ലിക്കിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? മസ്താനി മൈക്ക് ഊരി ഇട്ടിട്ട് ലക്ഷ്മിയോട് പറഞ്ഞ കാര്യമാണ്. പക്ഷെ ലക്ഷ്മി ഇത് ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ചെയ്ത കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യമുണ്ട്. കഴിഞ്ഞ ആഴ്ച അനു ഇതേപോലത്തെ ഒരു സംഭവമാണ് മോറൽ പോലീസിങ്, അല്ലെ? മോറൽ പോലീസിങ് കണ്ടു ഈ ഒരു സംഭവം എടുത്തിട്ടിട്ട് ആ എപ്പിസോഡ് മുഴുവൻ അനുവിനെ ആണ് ചർച്ച ചെയ്തത്. അത് മാത്രമല്ല, അനുവിന് ഇത് പുറത്ത് പോസിറ്റീവ് ആകാം എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടിയാണ് ലക്ഷ്മി ഇത് ചെയ്തത്. മനസ്സിലായി? കാര്യം ലക്ഷ്മി ബാക്കിയൊന്നും ഇതിന്റെ റിസൾട്ട് ഒന്നും കാണുന്നില്ല. അതിന് മുന്നേ വൈൽഡ് കാർഡായിട്ട് കയറി കഴിഞ്ഞല്ലോ. സോ ഇതേ ഗെയിം തന്നെ എടുത്തിട്ട് കളിക്കാൻ ലക്ഷ്മി ഉദ്ദേശിക്കുന്നുണ്ട്. കളിച്ച് കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലായി? അതേ സെയിം ഗെയിം തന്നെ, വേറെ രീതിയാണെന്നേ ഉള്ളൂ. സെയിം ഗെയിം. ക്യാരക്ടർ അസാസിനേഷൻ, ഡിഫമേഷൻ ആണ് ചെയ്തേക്കുന്നത്. ക്യാരക്ടർ അസാസിൻ, ഒരാളുടെ വ്യക്തിഹത്യയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇനി ഒനിൽ ഇതിൽ പാവമാണോ നിരപരാധിയാണോ അത് ഞാൻ പറയാം. നിങ്ങൾ എപ്പിസോഡിൽ ഇന്നലത്തെ എപ്പിസോഡിൽ 40 മിനിറ്റ് എടുത്ത് നോക്കിയാൽ അറിയാം ഇവർ സ്പോൺസേർഡ് ടാസ്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒനിലിന്റെ ടീമാണ് ജയിച്ചത്. സോ ഒനില് 2 ടീമും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒനിലും മസ്താനിയൊക്കെ ബാക്കിലാണ് നിൽക്കുന്നത്. ഒനിൽ ഇച്ചിരി വണ്ണമുള്ള ആളാണ്. അപ്പം ഇവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. ഒരു ബോർഡ്, അതായത് ഈ സ്പോൺസേർഡ് ടാസ്കിന്റെ ബോർഡാണ് ഉണ്ടായിരുന്നത്. ഇപ്പം ഇവർ ജയിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സ്ഥിതിക്ക് ഒനിലും ക്ലാപ്പ് ചെയ്ത് വന്നപ്പോൾ ഒനിൻ്റെ കാല് തട്ടി. ഒനിലിൻ്റെ ഫ്രണ്ടിൽ നിന്നത് മസ്താനിയാണ്. അപ്പം നമ്മൾ അറിയാണ്ട് ഒനിൽ വീണപ്പം കയറി പിടിച്ചതാണ്. അറിയാണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചു പോകും. മുന്നിൽ ആരാണെങ്കിലും നമ്മൾ പിടിച്ചു പോകും. സോ പിടിച്ചത് മസ്താനിയുടെ ഇടുപ്പിൻ്റെ ആ ഭാഗത്താണ് പിടിച്ചത്. അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. എപ്പിസോഡിൻ്റെ വീഡിയോയിൽ അത് പിടിച്ചത് ഇങ്ങനെ പിടിച്ചു പോയി, വീഴാൻ പോയതാണ്. ഒന്നിൽ വീണു, അങ്ങനെ വീണിട്ട് ഇങ്ങനെ പിടിച്ചതാണത്. അല്ലാതെ ഇൻറ്റൻഷനലി കയറിയിട്ട് ആ പിടിച്ചതോ ഒന്നും ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. വീഴാൻ പോയപ്പോൾ പുള്ളിക്കാരൻ പിടിച്ചതാണ്. ഒന്നിൽ ഇതിൽ നിരപരാധിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു വീഴപ്പം കയറി പിടിച്ച സംഭവമാണ് ഈ സംഭവം. മനസ്സിലായില്ലേ? അത് മസ്താനിക്ക് അത് ഇതായിട്ട് ഫീൽ ചെയ്തു. ശരി. എന്നാൽ മസ്താനി അത് ലക്ഷ്മിയോട് പറഞ്ഞു, എന്നെ പിടിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ലക്ഷ്മി ഇതിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയും ഒരു ഇഷ്യൂ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് എല്ലാം വേണമെങ്കിൽ ഒറ്റപ്പെടുത്തിക്കോട്ടെ, എല്ലാവരും, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല, വേറൊരു ഗെയിമാണ്. ഇപ്പം അനുവിൻ്റെ ഗെയിം ഇങ്ങനെ കരച്ചിലാണെങ്കിൽ ഈ കുട്ടിയുടെ ഗെയിം, ഈ ലക്ഷ്മിയുടെ ഗെയിം എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനത്തെ ഗെയിമാണ്. മനസ്സിലായില്ലേ? അപ്പം ഈ ഒരു ഗെയിം എടുക്കാനുള്ള പരിപാടിയാണ് ലക്ഷ്മി ചെയ്തത്. ഇവിടെ മസ്താനിയും ലക്ഷ്മിയും മൈക്ക് ഇടാതെ സംസാരിച്ചിട്ട് മൈക്ക് ഇട്ടിട്ട് ഷാനവാസും നൂറയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുന്നിൽ കൂടെ സ്പീഡിൽ പോവുകയാണ്. അപ്പോൾ അവർ ഒരു കാര്യമുണ്ട്, അതൊക്കെ ഉണ്ട്, ഇതൊക്കെ ക്ഷമിക്കാൻ പറ്റില്ല, നോ സോറി നോ റിഗ്രറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തോട്ട് കയറി പോകണം. ആ ബാത്റൂമിനകത്ത് ഒരുത്തലുണ്ട്, അവനോട് ചോദ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പർപ്പസ്ഫുള്ളി പോവുകയാണ്. അപ്പോൾ ഇവിടെ മസ്താനിക്ക് മസ്താനി കാല് പിടിച്ച് വലിക്കുക ചെയ്തത് ലക്ഷ്മി പോവരുതെന്ന്. പക്ഷെ മസ്താനിയെ വലിച്ചഴിച്ചുകൊണ്ടാണ് ലക്ഷ്മി പോയത്. എന്നിട്ട് അവിടെ കൊണ്ട് നിർത്തിയിട്ടാണ് ബാക്കി നമ്മൾ എപ്പിസോഡിൽ കണ്ടത്. ഒന്നിൽ പുറത്തിറങ്ങി വന്നപ്പോൾ പുറത്തിറങ്ങി വന്ന് ചോദ്യം ചെയ്തു. പക്ഷെ ഇവിടെ വീട്ടുകാർ കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്നിട്ട് ഫയർ ചെയ്തല്ലോ, ഒരാൾ പോലും സ്റ്റാൻഡ് എടുത്തില്ല എന്നുള്ള കാര്യത്തിൽ ലാലേട്ടൻ ഫയർ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അക്ബർ മാത്രമാണ് എണീറ്റ് പോയത്. ഡെമോൺസ്ട്രേഷൻ കാണിച്ച സമയത്ത് അക്ബർ എണീറ്റ് പോയി. ഈ ഒരു സംഭവം നമ്മുടെ വീട്ടുകാരുടെ മനസ്സിൽ നന്നായിട്ട് കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടുകാരെല്ലാം ഒനിലിൻ്റെ കൂടെ നിന്നത്. ഒനിലിൻ്റെ ഒരാൾ പോലും മാറിയിട്ടില്ല. ഉറങ്ങിക്കിടന്ന അനീഷ് 9 മണിക്ക് ഉറങ്ങണ അനീഷാണ് 12 മണിയായപ്പം ബോധമില്ലാതെ അനീഷ് വരെ ഇറങ്ങി വന്നു. അതായത് ഇതിനൊരു സ്റ്റാൻഡ് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അപ്പം ഇവിടെ ഷാനവാസ് പറയാണ് ഇതൊരു ചീപ്പ് ഗെയിമാണ് കളിച്ചത്, ക്യാരക്ടർ അസാസിനേഷൻ ആണ് നിങ്ങൾ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് ഒന്നിൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. 30 ദിവസം ഇവിടെ ഒരു പെണ്ണിനെ പോലും ഞാൻ മോശമായിട്ട് നോക്കിയിട്ടോ ടച്ച് ചെയ്തിട്ടോ ഇല്ല. പിന്നെ നമ്മളിവിടെ മറ്റേ മട്ടാസ്കൊക്കെ വന്നപ്പം എന്തൊക്കെയായിരുന്നു നമ്മൾ കിടന്നിരുന്നത്. അപ്പം മസ്താനി പറയാണ് കൈ വന്നിട്ടുണ്ടായിരുന്നു, എനിക്കത് മോശം ഫീൽ ചെയ്തു. അതെനിക്ക് അപ്പം ഒനിൽ ഇവിടെ 100 സോറി പറയുന്നുണ്ടടാ. 100 സോറി ആ മനുഷ്യൻ പറഞ്ഞു. ഒരു 100 സോറി എങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. സത്യമായിട്ടും
100 സോറി. അപ്പം ഇതിനകത്ത് ലക്ഷ്മി പറയുന്നത് കുടുംബത്തിൽ പറക്കാത്തവനാണ്. അപ്പം ഇവിടെ ഒന്നിൽ ദേഷ്യപ്പെടുന്നുണ്ട്, മോശം വാക്ക് പറയുന്നുണ്ട് ലക്ഷ്മി. പക്ഷെ അതൊന്നും അല്ല, പറഞ്ഞു പോവും. അമ്മാതിരിയുള്ള ആരോപണവും മോശമായ രീതിയിൽ എന്തോ ഒരു വൃത്തികേട് ചെയ്ത പോലെ ആണ് ഒനിലിനെ ഇവിടെ ലക്ഷ്മി ചിത്രീകരിച്ചത്. വളരെ മോശമായ രീതിയിലുള്ള ബോഡി ലാംഗ്വേജ്, അതുപോലെ തന്നെ മൈക്ക് ഇട്ടിട്ട് വേറെ മൈക്ക് എന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മി സ്റ്റാർട്ട് ചെയ്തത്. അപ്പം മസ്താനി ഇതൊന്നും ഇത്രയും പ്രശ്നമാക്കുമെന്ന് വിചാരിച്ചില്ല, പക്ഷേ ഇവിടെ പ്രശ്നമായിരിക്കുകയാണ്. അഭി വന്നിട്ട് ബിഗ് ബോസിനോട് കംപ്ലൈൻറ്റ് ചെയ്യാൻ, ഇതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ക്യാമറ നോക്കിയിട്ട് അത് കഴിഞ്ഞ് അനീഷ് ഉറക്കം വേണ്ടിയിട്ട് വരെയാണ് 12:30 ആയപ്പോൾ 1 മണിയായപ്പോൾ. എന്താ ഇവിടെ നടന്നത്, എന്താ സഭ? അപ്പോൾ അനീഷിനോട് ദേഷ്യപ്പെടുന്നുണ്ട് മസ്താനി. അത് കഴിഞ്ഞിട്ട് അനീഷ് ചോദിക്കുന്നു മൈക്ക് ഊരി വെച്ച് സംസാരിച്ചു, അതിന് എന്താ കാരണം? അപ്പോൾ കണ്ടന്റ് ആക്കിയെന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ വന്നു, ഓൾമോസ്റ്റ് എല്ലാവരും, അക്ബറും എല്ലാവരും വന്നു. അപ്പോൾ അക്ബർ പറയുന്നുണ്ടായിരുന്നു അവിടെ മട്ടാസ്കിൽ ഞാൻ ജിസേലിനെ പിടിച്ചെന്ന് വരെ ഓരോരുത്തർ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇതൊക്കെ ഇങ്ങനെ ചെയ്യും, ഇതൊക്കെ വളരെ മോശം ചീപ്പ് ഗെയിമാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അനു ഇതെല്ലാം കേട്ടോണ്ട് അതൊക്കെ പറഞ്ഞ് അനു ഇവിടെ കൂടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കണം. ലാസ്റ്റ് അനുവിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, അത് ഞാൻ പറയാമേ. അപ്പം അത് കഴിഞ്ഞ് മസ്താനി കണ്ടന്റ് ആക്കണമെങ്കിൽ എനിക്ക് കണ്ടന്റ് ആക്കാമായിരുന്നു, മൈക്ക് വെച്ചിട്ട് ബെഡ്റൂമിൽ ഇരുന്ന് കണ്ടന്റ് ആക്കാമായിരുന്നു, പക്ഷേ എനിക്കത് ആക്കണം എന്ന് ആഗ്രഹമില്ല, ഇവരിങ്ങനെ വിളിച്ചു കൂവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് ലക്ഷ്മി പറയണേ. ഒന്നിന് 100 സോറി പറഞ്ഞു കേട്ടോ, 100 സോറി. ഇതിൽ കൂടുതൽ അപ്പോൾ ഷാനവാസ് പറഞ്ഞു നീ ഇതിൽ കൂടുതൽ സോറി പറയണ്ട, നീ എന്തിനാണ് ഈ കിടന്ന് താടുന്നത്? അപ്പോൾ അഭി നന്നായിട്ട് ചൂടാ. അഭിയും എല്ലാവരും കൂടെ നിന്നിട്ട് നിന്റെ വിചാരം എന്താണ്, നീ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്, നീ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെയൊന്നും ഒരാളെ ചെയ്തെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഒറ്റക്കെട്ടാൻ നിന്നിട്ട് ലക്ഷ്മീനെ ഫയർ ചെയ്തു. എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഞാനാണെങ്കിൽ സംസാരിക്കും, എന്നെയാണ് പിടിച്ചതെങ്കിൽ ഞാൻ സംസാരിക്കും, എനിക്ക് അങ്ങനെ തോന്നി, അവൾ എന്നെ അവൾ ഒന്നിൽ എങ്ങനെയാണ് പിടിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു, അതുകൊണ്ട് എനിക്ക് തോന്നി എന്ന് പറഞ്ഞ് ഈ പുള്ളിക്കാരും ആ സ്റ്റാൻഡ് തന്നെ നിൽക്കുകയാണ്. അതായത് ലാലേട്ടൻ വന്ന് എപ്പിസോഡിൽ ഫയർ ചെയ്യോ നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല, റീച്ച് കിട്ടണം അല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടണം. കാര്യം അനു അതുപോലെ തന്നെയായിരുന്നല്ലോ. അപ്പോൾ സോ അതിനു വേണ്ടി തന്നെ ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം നീ കാണാത്ത സാധനത്തെക്കുറിച്ച് നിനക്ക് എങ്ങനെ പറയാൻ പറ്റും? അപ്പം അനു കാണാത്ത സാധനത്തെക്കുറിച്ച് നിനക്ക് എങ്ങനെ പറയാൻ പറ്റും? അഭി ലക്ഷ്മിനെ ചോദ്യം ചെയ്യണം. അപ്പം അനു പതുക്കെ സ്ഥലത്ത് നിന്ന് മുങ്ങി, വെറുതെ അതിൻ്റെ ആ ഫ്രെയിമിൽ നിൽക്കണത്. നീ കാണാത്ത സാധനത്തിനെ കുറിച്ച് നിനക്ക് എങ്ങനെ പറയാൻ പറ്റും? അഭി ഒന്നും കൂടെ ചോദ്യം ചെയ്യണം. പറയാൻ പറ്റും, കാര്യം എനിക്ക് മസ്താനി ഫീൽ ചെയ്യിപ്പിച്ചു തന്നു, എങ്ങനെയാണ് ഒനിൽ പിടിച്ചതെന്ന്. അപ്പോൾ ഒനിൽ എടീ ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അനീഷ് ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഉദ്ദേശം വേറെയാണ്, ഗൂഢമായ ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങൾ മനഃപൂർവ്വം ഇതിനെ ഒരു ഇഷ്യൂ ആക്കാൻ നോക്കുകയാണോ? നിങ്ങൾ മൈക്ക് ഊരിയിട്ട് മൈക്ക് വെച്ചിട്ട് സംസാരിക്കുന്നു പറഞ്ഞ എന്തിനാണ്? അപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനു ലാസ്റ്റ് മൈക്ക് ഊരാൻ പറഞ്ഞത് എന്തിന്, മൈക്ക് വെക്കാൻ പറഞ്ഞ എന്തിന്? ഇതാരും ഇത് ചോദ്യം ചെയ്യണത്? മോറൽ പോലീസിങ് നടത്തിയ ആളാണ് കഴിഞ്ഞ ആഴ്ച ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട്, ആ ആളാണ് ഈ ചോദ്യം ചെയ്യണത്. അനു മിണ്ടായിരിക്കുന്നതാണ് അനുവിന് നല്ലത്, മനസ്സിലായില്ലേ? കാര്യം ബിക്കോസ് അത്രമാത്രം ഒരു ഞാൻ പറഞ്ഞില്ലേ മോറൽ പോലീസിങ് സംഭവം നടത്തിയ ആളാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇവിടെ സത്യം പറഞ്ഞാൽ ഒനിൽ നിരപരാധിയാണ്. ആ ഒരു ക്ലിപ്പ് നമുക്ക് ഉണ്ട്, ഭാഗ്യത്തിന് ക്ലിപ്പുണ്ട്, അല്ലെങ്കിൽ തീർന്ന് ഇല്ലാത്ത ക്ലിപ്പ് ഇവിടെ കാണിച്ചുകൊണ്ട് കുറേ പേര് വന്നേനെ. അതുകൊണ്ട് ക്ലിപ്പ് കിട്ടിയോണ്ട് ഒനിൽ രക്ഷപ്പെട്ടു, ഒനിലിൻ്റെ ജീവിതം, അല്ലായിരുന്നെങ്കിൽ തീർന്നായിരുന്നേനെ കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് നോക്കാം. ഇത് ഒനിൽ പൂർണ്ണമായി നിരപരാധിയാണ്, പക്ഷേ ഇവിടെ ലക്ഷ്മി കളിച്ച കളിയാണിത്. ഈ ഒരു സദാചാര ഗെയിമല്ല, ഇത് വേറെന്തോ ഗെയിം. ഒരു ഇഷ്യൂ ഉണ്ടാക്കി ഇടുക, അതാണ് സംഭവം. സദാചാരം അല്ല, വേറെന്തോ ഒരു ഇഷ്യൂ ഉണ്ടാക്കി ഇങ്ങനെ ഇടുക. അത് എനിക്ക് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയാറുണ്ടോ. ഇത് മസ്താനിയും ഒനിലും കൂടെ പറഞ്ഞു തീർക്കേണ്ട കാര്യമാണ്. ഇതിൽ ഒനിൽ വീഴാൻ പോയപ്പോൾ മസ്താനിയെ കയറി പിടിച്ചതാണ്. അത് ആണാണെങ്കിലും പിടിച്ചു പോകും, പെണ്ണാണെങ്കിൽ നമ്മൾ വീഴാൻ പോകുമ്പോൾ പിടിച്ചു പോകും. അയ്യോ ഇത് ഏത് ഭാഗമാണെന്ന് നോക്കിയിട്ടല്ലല്ലോ നമ്മൾ പിടിക്കണത്, അയ്യോ നിങ്ങളെ ഏത് ഭാഗത്ത് ഞാൻ പിടിക്കണം എന്ന് നോക്കിയിട്ടല്ല. അപ്പോൾ ക്ലിയർ ആയിട്ട് 40.25 സെക്കൻഡിലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. പിന്നെ ഇന്ന് കൂടുതൽ നടക്കാൻ പോണത് മറ്റേ നിവീന് എല്ലാവർക്കും കൂടെ 3 മിനിറ്റ് കിട്ടും പണിപ്പുരയിൽ. നിവീൻ അതിനകത്ത് അടച്ച് ഇരിക്കുന്നതാണ് കാണിക്കുന്നത്, കണ്ടറിയാം എന്തൊക്കെ നടക്കും എന്നുള്ളത്. മനഃപൂർവ്വം നിവീൻ കണ്ടന്റിന് വേണ്ടി ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് എന്തൊരു സീസണാണ് ഇത്, ഇതൊക്കെ തന്നെയാണ് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. വെറും മോശം സീസൺ എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ആസ് എ കണ്ടന്റ് വെച്ച് നോക്കുമ്പോൾ, കഴിഞ്ഞ സീസണൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അല്ലാത്ത പോലെ തോന്നുന്നു സത്യമായിട്ടും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.